സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂരിന് വേണ്ടി അനുവദിച്ച ഫണ്ടിൽ വ്യക്തതയില്ലെന്ന ആരോപണവുമായി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ സരിൻ ശശി. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപനമുണ്ടെങ്കിലും ഏത് പദ്ധതിയാണെന്ന് വ്യക്തതയില്ലെന്നും ചെയർപേഴ്സൺ. കഴിഞ്ഞ ബജറ്റിൽ പയ്യന്നൂരിന് വലിയ നിലയിൽ എന്തോ കാര്യമായി ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് എന്ന നിലയിലെല്ലാമുള്ള പ്രചരണവും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ആ ബജറ്റിലെ പൊതുവിലെ പ്രഖ്യാപനങ്ങൾ നോക്കിയപ്പോൾ കുറേ ഹെഡിങ്ങുകളായി കുറേ പേരുകളിൽ പയ്യന്നൂരിൽ കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നല്ലാതെ ഈ പ്രഖ്യാപിച്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തത ഇതുവരെയും വരുത്താൻ സാധിക്കാത്ത നിലയാണ്. സാധാരണയായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ MLA-മാരും ബജറ്റുമായി ബന്ധപ്പെട്ട് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ബജറ്റ് രേഖയുടെ ഭാഗമായിട്ട് വരും. അങ്ങനെ വന്നു എന്നതൊഴിച്ചാൽ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അതിൻ്റെ അടങ്കലിൻ്റെ 20% മാറ്റിവെച്ചുകൊണ്ട് അത് ഭരണാനുമതിയിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി ഇവിടെ കാണാൻ സാധിക്കില്ല. ഇവിടെ വെച്ചിട്ടുള്ള ഒരു പാലത്തിന് 5 കോടി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പൈസ പറഞ്ഞിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിന് 8 കോടിയോ മറ്റുമാണ് കണ്ടിട്ടുള്ളത്. അത് കേന്ദ്ര പദ്ധതി എന്ന നിലയിലാണ്. എന്ത് കേന്ദ്ര പദ്ധതിയാണെന്നൊരു വ്യക്തത അതിനകത്തില്ല. സാധാരണഗതിയിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ധനകാര്യ കമ്മീഷൻ ശുപാർശയുടെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റികൾക്കെല്ലാം നേരിട്ടിട്ടാണ് അനുവദിക്കുക. അത് നമുക്ക് അനുവദിക്കുകയും നമ്മൾ ആ പ്രവർത്തനം നടത്തുകയും ചെയ്യാറുണ്ട്. ഇതിലൊന്നും ഒരു വ്യക്തതയില്ലാത്ത നിലയിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളത്. ഒരു പ്രചരണപരത എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നിലയിൽ ആ കാര്യങ്ങൾ നടപ്പിലാവുമെന്ന് ഇന്നത്തെ ഘട്ടത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത് ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്, നെറ്റ്വർക്കിന് കണ്ടിട്ടുള്ളത്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം നഗരസഭ നേതൃത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നഗരസഭയുടെ റിറ്റെയിൻ വാൾ, അതിൻ്റെ പുറം ചുമർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ULCC നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ളത് അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ തിരുവനന്തപുരത്ത് നിന്ന് പാസ്സായിക്കൊണ്ടിരിക്കുന്ന സമയവുമാണ്. വളരെ വേഗത്തിൽ തന്നെ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് നഗരസഭ കരുതുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ പ്രതികരിക്കാനുള്ളത്.